വിഘ്നേശ്വരനാണ് ഗണപതി. ഏതൊരു കാര്യവും ആദ്യം തുടങ്ങുമ്പോൾ തടസ്സങ്ങൾ ഒഴിവാക്കാനും കാര്യം ഭംഗിയായി നടക്കാനും ഗണപതി ഭഗവാനെ പ്രസാദിപ്പിക്കണം. ആയതിനാൽ ഗണപതി വിഗ്രഹം വീട്ടിൽ വെക്കുമ്പോഴും ശ്രദ്ധിക്കണം. സന്തോഷവും ഐശ്വര്യവും സമാധാനവുമാണ് ലക്ഷ്യമെങ്കിൽ വെളുത്ത ഗണപതി വിഗ്രഹം വേണം വീട്ടിൽ വെക്കേണ്ടത്. വ്യക്തിപരമായ ഉയർച്ചയാണ് ലക്ഷ്യമെങ്കിൽ കുങ്കുമവർണ്ണത്തിലുള്ള ഗണപതി വിഗ്രഹവും. വീട്ടിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരാൻ ഗണപതിയുടെ ഇരിക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹം വെക്കുക. നിൽക്കുന്ന ഗണേശ വിഗ്രഹമാണ് ജോലിസ്ഥലത്ത് ഏറെ നല്ലത്. വീടിന്റെ പ്രധാന കവാടത്തിന് നേരെ വിപരീത ദിശയിൽ വിഗ്രഹം വെക്കുന്നത് വീട്ടിലേക്ക് ദോഷകരമായതൊന്നും പ്രവേശിക്കാതെ ഗണേശന്റെ ദൃഷ്ടിയുണ്ടാകാൻ വേണ്ടിയാണ്. സ്വീകരണ മുറിയിലെ അലമാരകളിൽ വെക്കുന്ന വിഗ്രഹം 1 ഇഞ്ച് അകത്തി വെക്കാൻ ശ്രദ്ധിക്കണം. തുകലിലുണ്ടാക്കിയ സാധനങ്ങളൊന്നും വിഗ്രഹത്തിനടുത്ത് പാടില്ല. പൂജാമുറിയിൽ ഒരു ഗണപതി വിഗ്രഹം മാത്രം വെക്കുക. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് വിഗ്രഹം വെക്കുന്നതെങ്കിൽ 2 എണ്ണമായിട്ടേ വെക്കാവൂ. ഒന്ന് കവാടത്തിലേക്ക് തിരിച്ചും മറ്റൊന്ന് എതിർ ദിശയിലേക്ക് തിരിച്ചും വെക്കണം. വീടിന്റെ മറ്റേതെങ്കിലും മുറിയിലേക്ക് ഗണേശ വിഗ്രഹത്തിന്റെ പുറകുവശം വരുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം. അതിന് പരിഹാരമായാണ് മറ്റൊരു വിഗ്രഹം കൂടി നേരെ വിപരീത ദിശയിൽ വെക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വസ്തിക് ചിഹ്നം ഗണപതിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സ്വസ്തിക് ചിഹ്നവും വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഓം ഗം ഗണപതയേ നമഃ.